രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ വഹിച്ചെത്തിയ ഹെലികോപ്റ്റർ പത്തനംതിട്ട പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലെ താൽക്കാലിക ഹെലിപാഡിൽ താഴ്ന്നുപോയ സംഭവം കേരളത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന വൻ സുരക്ഷാ വീഴ്ചയായി മാറിയിരിക്കുകയാണ്. നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ ഒരു വലിയ ദുരന്തം ഒഴിവായി എന്ന ആശ്വാസത്തിനൊപ്പം തന്നെ രാഷ്ട്രപതിയുടെ സുരക്ഷയിൽ സംസ്ഥാനത്തുണ്ടായ ഗുരുതരമായ അലംഭാവം ഞെട്ടലോടെയാണ് അധികൃതരും പൊതുജനവും നോക്കിക്കാണുന്നത്. രാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഈ അപകടം സംഭവിച്ചതെങ്കിലും യാത്രക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായിരുന്നെങ്കിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായി ഇത് മാറിയേനെ. പ്രമാടത്തെ ട്രാക്കിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് മാത്രമാണ് കോൺക്രീറ്റ് ചെയ്തിരുന്നതെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇന്ന് രാവിലെയാണ് ഈ ട്രാക്കിൽ കോൺക്രീറ്റ് ഇട്ടത്. കോൺക്രീറ്റ് പൂർണ്ണമായി ഉറയ്ക്കുന്നതിന് മുമ്പേ രാഷ്ട്രപതിയുമായി ഹെലികോപ്റ്റർ എത്തി. ഹെലികോപ്റ്റർ പറന്നിറങ്ങി രാഷ്ട്രപതി ഇറങ്ങിയ ശേഷമാണ് ഹെലിപാഡിൽ ഹെലികോപ്റ്ററിന്റെ ഒരു ഭാഗം താഴോട്ട് താഴ്ന്നു പോയത്. അതായത് സുരക്ഷാ ക്രമീകരണങ്ങളിലെ ഏറ്റവും പ്രാഥമികമായ കാര്യത്തിൽ പോലും വലിയ വീഴ്ച സംഭവിച്ചു. രാഷ്ട്രപതിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട ദിവസങ്ങളോളം നീണ്ട മുന്നൊരുക്കങ്ങളും സുരക്ഷാ പരിശോധനകളും നടന്നിട്ടും ഹെലിപാഡിന്റെ ബലത്തെക്കുറിച്ച് ഉറപ്പുവരുത്തുന്നതിൽ ബന്ധപ്പെട്ട ഏജൻസികൾക്ക് ഗുരുതരമായ പിഴവ് സംഭവിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു രാവിലെ 9 മണിയോടെയാണ് പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയത്. ഹെലികോപ്റ്ററിൽ നിന്നും രാഷ്ട്രപതി മറ്റ് ഉദ്യോഗസ്ഥരും പുറത്തിറങ്ങി റോഡ് മാർഗം പമ്പയിലേക്ക് യാത്ര തിരിച്ച ശേഷമാണ് ഹെലിപാഡിൽ ഹെലികോപ്റ്റർ താഴ്ന്നു പോയത്. ഹെലികോപ്റ്റർ വന്നിറങ്ങുന്ന സമയത്തോ രാഷ്ട്രപതി ഹെലികോപ്റ്ററിനുള്ളിൽ ഉണ്ടായിരുന്നപ്പോഴോ ആയിരുന്നു ഈ അപകടം സംഭവിച്ചിരുന്നതെങ്കിൽ അതൊരു വലിയ ദുരന്തമായി മാറിയേനെ. രാഷ്ട്രപതിയെ പോലൊരു വ്യക്തിയുടെ സുരക്ഷയിൽ ഇത്തരമൊരു വീഴ്ച സംഭവിക്കുന്നത് തികഞ്ഞ ഉത്തരവാദിത്തമില്ലായ്മയാണ്. സംഭവം കേരളത്തിന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നാണക്കേട് ഉണ്ടാക്കിയേക്കാം. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ശബരിമല യാത്രയിലെ ക്രമീകരണങ്ങളിൽ അവസാന നിമിഷം മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ഇന്ന് രാവിലെ 9:10 രാജ്ഭവനിൽ നിന്നും പുറപ്പെട്ട ഹെലികോപ്റ്ററിൽ ശബരിമലയിലേക്ക് പോകാനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ മഴ അടക്കമുള്ള പ്രതികൂല കാലാവസ്ഥ പരിഗണിച്ച് യാത്രയുടെ രീതിയിൽ മാറ്റം വരുത്തി. നേരത്തെ നിലയ്ക്കലിൽ ഹെലികോപ്റ്റർ ഇറക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പിന്നീട് പ്രമാടത്ത് ഇറക്കി റോഡ് മാർഗം പമ്പയിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. ഈ മാറ്റമാണ് ഹെലികോപ്റ്ററിന് അപകടം ഉണ്ടാക്കുന്ന ഈ സാഹചര്യത്തിലേക്ക് നയിച്ചത്. പ്രമാടത്ത് പുലർച്ചെ മാത്രമാണ് ഹെലിപാഡ് ഒരുക്കിയതെന്നാണ് വിവരം. അതുകൊണ്ട് തന്നെ മതിയായ സമയമെടുത്ത് സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കാനും കോൺക്രീറ്റ് ഉറച്ചുവെന്ന് ഉറപ്പുവരുത്താനും സാധിച്ചില്ല. രാഷ്ട്രപതി ദ്രൗപദി മുർമു രാവിലെ 7:25 രാജ്ഭവനിൽ നിന്നും പുറപ്പെട്ടു. 9 മണിയോടെ പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്റർ ഇറങ്ങി. ഇവിടെ നിന്ന് റോഡ് മാർഗം പമ്പയിലേക്ക് യാത്ര തിരിച്ചു. പമ്പയിലെത്തുന്ന രാഷ്ട്രപതി പ്രത്യേക വാഹനത്തിലായിരിക്കും സന്നിധാനത്തേക്ക് തിരിക്കുക. തുടർന്ന് ഇരുമുടിക്കെട്ടുമായി 18-ാം പടി ചവിട്ടി അയ്യപ്പനെ ദർശിക്കും. 11:50 സന്നിധാനത്തെത്തുന്ന രാഷ്ട്രപതിയെ കൊടിമര ചുവട്ടിൽ തന്ത്രി ഖണ്ഡർ മഹേഷ് മോഹനർ പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കും. ദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് 12:20 സന്നിധാനത്തെ ഗസ്റ്റ് ഹൌസിൽ എത്തി വിശ്രമിക്കും. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ കേന്ദ്ര സുരക്ഷാ ഏജൻസികൾക്ക് വലിയ അതൃപ്തിയുണ്ടെന്നാണ് റിപ്പോർട്ട്. രാഷ്ട്രപതിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഏജൻസികളുടെ ഭാഗത്തു നിന്ന് ഇത്ര വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായത് അത്യന്തം ഗൗരവത്തോടെയാണ് കേന്ദ്രം കാണുന്നത്. സംഭവത്തെക്കുറിച്ച് അടിയന്തരമായി വിശദമായ അന്വേഷണം നടത്താൻ കേന്ദ്ര ഏജൻസികൾ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടേക്കും. ആരാണ് ഈ ഹെലിപാഡ് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചതെന്നും സമയപരിധികൾക്കുള്ളിൽ ഇത് എത്രത്തോളം സുരക്ഷിതമായിരുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിൽ ആർക്കൊക്കെ വീഴ്ച സംഭവിച്ചെന്നും കണ്ടെത്തേണ്ടതുണ്ട്. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ദർശനത്തിന് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ ദർശനം കഴിഞ്ഞു മടങ്ങുന്നതുവരെ മറ്റ് തീർത്ഥാടകർക്ക് നിലയ്ക്കലിനപ്പുറം പ്രവേശനമില്ല. കനത്ത സുരക്ഷാ സന്നാഹമാണ് ശബരിമലയിലും യാത്രാ മാർഗങ്ങളിലും ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ ഇത്രയും വലിയ സുരക്ഷാ സന്നാഹങ്ങൾക്കിടയിലും ഹെലിപാഡിന്റെ കാര്യത്തിൽ അലംഭാവം കാണിച്ചത് അധികൃതർക്ക് വലിയ നാണക്കേടുണ്ടാക്കി. ശബരിമലയിൽ നിന്നും രാത്രിയോടെ ഹെലികോപ്റ്റർ മാർഗം തിരിച്ച് തിരുവനന്തപുരത്ത് എത്താനായിരുന്നു നേരത്തെയുള്ള തീരുമാനം. നിലവിലെ സാഹചര്യത്തിൽ നിലയ്ക്കലിൽ നിന്നും മടങ്ങാനോ അല്ലെങ്കിൽ റോഡ് മാർഗം പൂർണ്ണമായി തിരുവനന്തപുരത്തേക്ക് എത്താനോ ഉള്ള സാധ്യതകളും പരിഗണിക്കുന്നുണ്ട്. ഹെലികോപ്റ്ററിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി കൂടുതൽ പരിശോധനകളും ആവശ്യമായി വന്നേക്കാം. തിരുവനന്തപുരത്ത് എത്തിയതിന് പിന്നാലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നൽകുന്ന അത്താഴ വിരുന്നിൽ രാഷ്ട്രപതി പങ്കെടുക്കും. ഒക്ടോബർ 24 രാഷ്ട്രപതി തിരിച്ച് ഡൽഹിയിലേക്ക് മടങ്ങും. അതിനിടെ കേരളത്തിൽ നടന്ന ഈ സുരക്ഷാ വീഴ്ച ദേശീയ തലത്തിൽ വലിയ ചർച്ചാ വിഷയമായി മാറുമെന്നതിൽ സംശയമില്ല. രാഷ്ട്രപതിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഈ വീഴ്ചയിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടാകാനാണ് സാധ്യത. സംഭവത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടേക്കാം.
രാഷ്ട്രപതിയെ പോലൊരു വ്യക്തിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങളും കൃത്യമായി ആസൂത്രണം ചെയ്യേണ്ടതും അവസാന നിമിഷം പോലും സുരക്ഷ ഉറപ്പാക്കേണ്ടതും സംസ്ഥാന സർക്കാരിന്റെ പ്രാഥമിക ഉത്തരവാദിത്തമായിരുന്നു. അത്യധികം ഗൗരവമായ ഈ വിഷയം സംസ്ഥാന സർക്കാരിനും സുരക്ഷാ ഏജൻസികൾക്കും ഒരുപോലെ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ അഭിമാനത്തിന് വലിയ കോട്ടമുണ്ടാക്കിയ സംഭവമാണിത്. രാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് ഹെലിപാഡ് താഴ്ന്നത് എന്നതിനാൽ മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. അതൊരു ദൈവ അനുഗ്രഹമായിട്ടാണ് പലരും കാണുന്നത്. വന്നിറങ്ങുന്ന സമയത്തോ പറന്നുയരുന്ന സമയത്തോ ആയിരുന്നു ഈ ദുരന്തം സംഭവിച്ചിരുന്നെങ്കിൽ അത് രാജ്യത്തിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമുള്ള ഒരു ദുരന്തമായി മാറുമായിരുന്നു. അതിനാൽ ഈ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി വീഴ്ച വരുത്തിയവർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. രാഷ്ട്രപതിയുടെ സുരക്ഷാ കാര്യത്തിൽ ഇനി ഒരു അലംഭാവവും ഉണ്ടാകാതിരിക്കാൻ ഉന്നത തലത്തിൽ തന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഹെലിപാഡ് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ, സുരക്ഷാ ചുമതല ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, മറ്റ് ഏകോപന ചുമതല വഹിച്ചവർ എന്നിവയെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിൽ വന്നേക്കാം. സംഭവത്തിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറേണ്ടതുണ്ട്. പ്രമാണത്തിൽ സുരക്ഷാ വീഴ്ചയൊന്നും രാഷ്ട്രപതിയുടെ ശബരിമല യാത്രയെ ബാധിച്ചില്ല. മുൻ നിശ്ചയിച്ച പ്രകാരം രാഷ്ട്രപതി ദ്രൗപദി മുർമു റോഡ് മാർഗം പമ്പയിലേക്ക് യാത്ര തുടർന്നു. സുരക്ഷാ പ്രശ്നങ്ങൾക്കിടയിലും രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം മുടങ്ങിയില്ല എന്നത് ആശ്വാസകരമാണെങ്കിലും ഈ സംഭവം കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായമായി നിലനിൽക്കുമെന്നതിൽ സംശയമില്ല.